അപ്പൊ എല്ലാം അനുഭവമാണ്. അനുഭവം ഏറ്റവും വലുതെന്ന് പറയുന്നത്. അനുഭവത്തിൽ പഠിപ്പിച്ചത് സകല അനുഭവമാണ് എല്ലാത്തിന്റെയും പഠിപ്പിച്ചു തരുന്നത്. ഓരോരോ സംഗതികളും 70 സ്ക്രിപ്റ്റ് മുഴുവൻ അനുഭവത്തിലാണ്. അപ്പൊ എല്ലാ ആത്മാക്കൾക്കും വചനമാണ് വേണ്ടത്. ആദ്യകാലത്തിന് ചോദിക്കില്ലായിരുന്നു കണ്ടോ, ഇപ്പൊ വചനമാണ്. എന്തുകൊണ്ടാണ് ഈ വചനം? കൃപ വർദ്ധിക്കുമ്പോൾ അവർക്കറിയാൻ കൃപ എവിടെയുള്ളത്. യാക്കോബ് 2:19 മറ്റവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നിങ്ങൾ കൃപയിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കൃപയിൽ വരുത്തും. അതിനാണ് ലോകത്തിൽ കുറച്ചു പേർക്ക് അറിയാൻ പറ്റുന്നത്. ഈ കൃപ എന്താണ് ദൈവം വെളിപ്പെടുത്തിക്കൊടുക്കുക. ആ കൃപ എന്താണെന്ന് അപ്പുറപ്പാട് 4:1-17 എക്സാമ്പിൾ 1 to 17 കേൾക്കുന്നത്. എന്റെ അനുഭവം ഞാൻ പറയാമാണ് ഈ നീ വായിച്ചു. മോശ പറഞ്ഞു, എന്നെ വിശ്വസിക്കുകയില്ല, അവർ എന്നെ വിശ്വസിക്കുകയില്ല, അവരെന്നെ ആരും വിശ്വസിക്കില്ല. കർത്താവിലാണെന്ന് പറഞ്ഞാൽ എന്റെ വാക്ക് കേൾക്കുകയുമില്ല, എന്റെ വാക്ക് കേൾക്കുകയില്ല. നമ്മൾ മാനസാന്തരപ്പെട്ട് വന്നവരെ വിശ്വസിക്കുക ഇല്ല. കണ്ടോ, കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് അവൻ പറയും. കർത്താവിനെ ദർശനത്തിൽ കണ്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്രത്യക്ഷപ്പെട്ട വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. മാതാവ് പ്രതിഷ്ഠപ്പെട്ട ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? സ്വന്തം കാര്യം വിശ്വസിക്കുക ഇല്ല. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്ന തോമസ്കാരാണ്. യോഹന്നാൻ 20:29 ആ തോമസ്കയെ കൊണ്ടുവന്നതിനാണ്, വിശ്വാസം ഉറപ്പിക്കാനാണ്. യോഹന്നാൻ 20:28 എന്റെ കർത്താവേ എന്റെ ദൈവത്തെ വിളിപ്പിക്കാനാണ്. വിളിച്ചില്ലായിരുന്നു അവിടെ കിടന്ന ആ വിശ്വാസം കേട്ടോ. അതിന്റെ അപ്പുറത്തൊരു വിശ്വാസം വരുമോ? എന്റെ കർത്താവേ എന്റെ ദൈവത്തിന് 100 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഉറച്ചു. അതാണ് സ്ഥിതിക്കുന്ന സമയത്ത് അത് വിളിക്കുന്നത്. എന്റെ കർത്താവേ എന്റെ ദൈവം. അതായത് പത്രോസ് ഒരു വിശ്വാസമുള്ള മത്തായി 14 യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അത്രയും വലിയ വിശ്വാസം, വലിയ വിശ്വാസമാണ് കേട്ടോ. ആ വിശ്വാസത്തിലൂടെ നമ്മൾ വരുന്നത് അതിനെ വല്ലാനുള്ള വിശ്വാസം കൂടിയാണ് കൊണ്ടുവന്ന് ഉറപ്പിക്കുന്നതാണ്. തോമസിലേക്കും ഇത് രണ്ടും കൂടിയാൽ ഭയങ്കര ശക്തിയായി. അതിന്റെ കൂടെ പൗലോസിന്റെ ജ്ഞാനം പഠിപ്പിക്കുകയാണ്. അതിന്റെ പൗലോസിനെയാ പറയുന്നത്, ഞാൻ പറയുന്നത് അംഗീകരിച്ചിട്ട് നിങ്ങൾ ആജ്ഞരല്ല, ജഡത്തിൽ നിൽക്കുന്നവരാണ്. 1 കൊരിന്ത്യസ് 14:37-40 ആജ്ഞയാണെങ്കിൽ ഞാൻ പറയുന്നില്ല, കൽപ്പനകളായി നിങ്ങൾ അംഗീകരിച്ചിരിക്കണം. പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിന്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവന് അംഗീകരിക്കപ്പെടുകയില്ല. കണ്ടോ, ഭാഷ അവൻ അംഗീകരിച്ചില്ലെങ്കിൽ അവൻ അജ്ഞനല്ല. ആദ്യം നടത്തുന്നത് ഭാഷാവരം ദൈവവുമായിട്ട് നമ്മുടെ സംഭാഷണമാണ്. റോമ 8:26 ഒരു കോട്ട വായിക്കാൻ മതി. കർത്താവ് കേട്ടോ, ഭാഷ വേണം ദൈവത്തിന്. ഒരു കുഞ്ഞ് ജനിച്ചാല് കാര്യങ്ങൾ ആർക്കറിയാമത്? അതിന്റെ അമ്മയ്ക്കറിയാം, വേറെല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ 10 കൊല്ലമായി ഭർത്താവ് വേറൊന്നും പോയിരിക്കുകയാണ്. എല്ലാവരും വരുക ആകാംക്ഷകളൊന്നും ഇല്ലേ? ഭർത്താവിനെ കാണപ്പെടും. ആ ഒരു ശബ്ദം ഇതുപോലെയാണ് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു അർത്ഥവുമില്ല ഭാഷാവരത്തിൽ. അത് എഴുത്തിന് മാത്രമല്ല, ഈ ഭാഷാവരം ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തം ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഡാക്ടേഴ്സ് 1 കൊരിന്ത്യസ് 14:1-5 അപ്പൊ ഭാഷാവരത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. എല്ലാം നടക്കുന്ന സമയത്ത് ഭാഷാവർ ഉപയോഗിക്കുന്നു. കഥ വെക്കുമ്പോൾ ഭാഷാവർ ഉപയോഗിക്കുന്നു. കാർ ഓടിക്കുമ്പോൾ ഭാഷാവർ ഉപയോഗിക്കുന്നു. ഭാഷാവരാണ് പിശാചിനെതിരെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിരവധി സമയത്ത് മുഴുവൻ ഭാഷാവർ ഉപയോഗിക്കണം. കണ്ടോ, ആ സമയത്ത് സ്വതന്ത്രനായ പിതാവ് ചെല്ലാൻ പോയി മറന്നുപോകും. ഞാനൊരു അനുഭവം പറയാം. ആദ്യം ഒരു 6-7 കൊല്ലം മുമ്പ് ഒരു സന്ധ്യാസമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് 2 പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആരും തന്നെ പ്രാർത്ഥിക്കാതിരിക്കില്ല, കാരണം കൃപയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു പശുവിന്റെ കാല് വറക്കണം, അയാൾക്ക് പശു വറക്കണം എന്ന് വിളിച്ചു പറയും. ചിലപ്പോൾ തലവേദനയാണ് പ്രാർത്ഥിക്കും. കാരണം അതിൽക്കൂടിയൊക്കെ മനസ്സംഭവിച്ചിട്ടുണ്ട്. പശു ശരിയായി കർത്താവിന് ഓരോ പഠിക്കുന്നത്. പക്ഷെ പശുവിന്റെ ചില മോട്ടം കാണാൻ വരുന്നത് ഇല്ലേ? അതിനാണ് പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി പല വിധത്തിലാണ്. ഇപ്പൊ നമ്മൾ ഈ ജ്ഞാനം നടത്തുന്നത്
ഈ ധ്യാനം നടത്താനെല്ലാം ഒരു സമയത്ത് മാത്രം ചേർത്ത് അവർ കൊടുത്തിട്ട് വളരെ ചേർത്ത് അതിനാണ് ദൈവം അവരെ മാറ്റിയിട്ട് നമ്മളെ കൊണ്ടുവന്നു. അതിനാണ് ഇവിടുന്ന് മെഡ്രാസിന് കൊച്ചിയിൽ തപ്പി വരുന്നത്. കേട്ടോ, അത് വിൽക്കാൻ പറ്റുമോ, ഞങ്ങൾ സ്ഥലം വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒക്കെ കർത്താവ് അങ്ങനെയൊക്കെ ഓരോരുത്തർ പിടിക്കുന്നതിനാണ് ഒക്കിട്ട് പിടിച്ച് കൊണ്ടുവരുന്ന കർത്താവ്. ഈ ഒക്കിട്ട് പിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നിങ്ങളെ ഉപയോഗിക്കുന്നത്. അതിനാണ് നിങ്ങളിതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചതെന്നത് ആത്മാവില്. ഒരിടത്ത് പോകാൻ ഒറ്റക്ക് പോയിക്കൂടുന്നു. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഒറ്റക്കാണ് നടക്കുന്നത്. നമ്മൾ പോകുമോ? ഇല്ല. കഴിഞ്ഞ രണ്ടാഴ്ച രാഷ്ട്രത്തിൽ ചെന്നപ്പോ ഇന്റൻസീവ് കയറിയില്ലേ, അവർ കേട്ടിയിലെ മെഡിക്കൽ ടെസ്റ്റ് 2 പേരെ ഒറ്റയ്ക്ക് കയറ്റിവിടുന്ന പറഞ്ഞു. കേട്ടോ, നഴ്സോട് അധികാരത്തോടെ അത് നിങ്ങളുടെ നിയമം, ഞങ്ങളുടെ നിയമം 2 വൈദ്യപുറം ദൈവ നിയമം. ഇത് എന്റെ നിയമം, ഡോക്ടറുടെ നിയമം. ഞങ്ങളുടെ ദൈവ നിയമം 2 ലൂക്കാ 10:1-2 ഈ 2 പേര്. കേട്ടോ, 2 ഒന്നിച്ചു കൂടിയാണ് പ്രാർത്ഥന കേൾക്കുന്നത്. ഇല്ലേ? മത്തായി 18:18-20 വേണം. സ്ഥാപകമല്ല 2 പേര് ഈശ്വരത്തിന് അയച്ചത്. ലൂക്കാ 7:19 ഈ 2 പേരാണ് വിട്ടത്. ഈശോയിൽ ആ കഴുതക്കുട്ടിനെ പിടിച്ചുകൊണ്ടാണ് 2 ശിഷ്യന്മാരാണ് വിട്ടത്. മാർക്കോസ് 11:1-11. അതാണ് സഭാപ്രസംഗം പറയുന്നത്. 4:1-11 എന്താ പറയുന്നത്? ഭാര്യ പുറത്ത് 2 ഒന്നാമോ 2 രണ്ടാമോ ധൈര്യമായിട്ട് ഒന്നല്ല. അതാണ് ഒന്നല്ല 2. ഭാര്യ എന്തിനാണ് ഭർത്താവിന് കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ടാണ് പത്രോസൊക്കെ പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. 1 വാക്യം എഫേസസ് 5:22 കൊളോസസ് 3:18-21 ഭാര്യമാരിക്കുമോ? അതിരിക്കുകയില്ല. ഒരു മരിക്കാത്ത ഭർത്താവ് അത് പാടില്ല. ദൈവത്തിന്റെ കാര്യത്തിലായി പോകും. ഉൽപ്പത്തി 2:24 പറഞ്ഞ ഭാര്യ ഭർത്താവ് 2 കേട്ടോ. സഭാപ്രസംഗം വായിച്ചത് 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. 2 പേർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഒരുവൻ വീണാൽ അവരുടെ താങ്ങാൻ കഴിയും. ഒരുവൻ വീണാൽ ഭർത്താവ് വീഴും. കഴിയുന്നതാണ് കാര്യം. എല്ലായിടത്തും പോയിരിക്കുകയാണ്. ഭാര്യന്റെ ഇവിടെയാണ് ഭാര്യ ഉണ്ടാക്കിയത്. കണ്ടോ? അപ്പൊ ഭർത്താവ് എടുക്കും, ഭാര്യ ഭാര്യ താങ്ങിയാലും ഭർത്താവ് കിട്ടുമല്ലോ. ഭാര്യ ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് വേഗം കെട്ടിക്കോ. കേട്ടാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചത് കേട്ടാൽ വീണാൽ 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? സഭാപ്രസംഗം പറയുന്നുണ്ടോ? എല്ലാത്തിനും വീണാൽ ഒറ്റയ്ക്കായിരിക്കുന്നതിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. കേട്ടോ, മുപ്പിരിച്ചവരുടെ ദേഹം കിട്ടുകയില്ല. വചനത്തിൽ പറയുന്ന അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തില് 36-ാമത്തെ അധ്യായത്തില് 24-26 വാക്യങ്ങളാണ് വായിച്ചത്. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആരാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്? ഭാര്യയാണ്. സമ്പത്ത് നല്ലതല്ല. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ളയില്ലെങ്കിലും, വേലി കെട്ടിയില്ലെങ്കിലും, വീട്ടിന് മാറിയില്ലെങ്കിലും കൊള്ള ചെയ്യപ്പെടും. കള്ളനൊക്കെ കയറും, പശു കള്ളൻ എല്ലാം കയറും. ഭാര്യയില്ലാത്തവൻ നെടുവൽ വിട്ടുകൊണ്ട് അലിഞ്ഞു നടക്കും. ഭാര്യയില്ലാത്തവൻ നെടുവിൽപ്പെടും നടക്കേണ്ടി വരും. എല്ലാം വചനമാണ്. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആർ വിശ്വസിക്കും? അത് കണ്ടോ? അതുപോലെ വീടില്ലാതെ അലിഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തിറങ്ങുകയും ചെയ്യുന്നതിനെ ആർ വിശ്വസിക്കും? ഇതെല്ലാം വചനം പറയുക. അതുകൊണ്ട് ഈ 2 പേർ കർത്താവും. അപ്പൊ ഈ 2 പേര് പോണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കേറില്ല, പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഇതുവരെ ഞാൻ നടന്നിട്ടില്ല, എല്ലാവരും ഒറ്റയാണ്. അപ്പൊ നമ്മളൊരു വ്യത്യാസമുണ്ട് കൃപയിൽ. അതുകൊണ്ടാണ് കൃപയിലുണ്ടെങ്കിൽ വചനം പാലിക്കും.